ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ് ഭക്തർ. നേരത്തെ നമ്മൾ ആ ഒരു ബ്ലോക്കിൽ മാത്രമാണ് ഭക്തർ വരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പിന്നിലേക്ക് ഈ ക്യൂ നീളുകയാണ്. ഇനി അത് റോഡിലേക്ക്, ആ ആറ്റുകാൽ മൈതാനത്തേക്ക് നീളും. നിങ്ങളൊക്കെ എവിടെ നിന്നാണ്? തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്? കൊല്ലത്തുനിന്ന്. എല്ലാ വർഷവും വരാറുണ്ട്? എവിടെ നിന്നാണ് വരുന്നത്? എനിക്ക് നെടുമങ്ങാട്. രാവിലെ തിരിച്ചു എല്ലാ വർഷവും വരുന്നതാണ്. എവിടെ നിന്നാണ്? പാലക്കാടെന്നോ? ആദ്യമായിട്ടാണോ അതോ മുമ്പ് വന്നിട്ടുണ്ടോ? രണ്ടാമത്തെ തവണ. 11 വർഷമായി വന്നുകൊണ്ടിരിക്കണം. പൊങ്കാലയിടുന്നു. രാവിലെ എത്തി തൊഴുതിട്ട് പൊങ്കാലയിട്ട് നാളെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഫ്രൈഡേ പോകും. അമ്മയെ അത്ര വിശ്വാസമാണ്. അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തല്ലേ, അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസം. ഏതായാലും മോദി ഇത് തന്നെയാണ്. ഭക്തരെല്ലാം ഒന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തവണ ആറ്റുകാൽ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലയിടാൻ വേണ്ടി എത്തുന്ന ഭക്തരാണ്. പാലക്കാട് നിന്ന്, കൊച്ചിയിൽ നിന്നൊക്കെ എത്തുന്ന ഭക്തരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇനിയിപ്പോൾ ഈ വരി നിൽക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനിടയിൽ ചിലർ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ ദിവസവും ഒരു മാന്യൻ ക്യൂവിൽ നുഴഞ്ഞു കയറി ഒരു കുഞ്ഞിൻ്റെ പാദസരം അടിച്ചുകൊണ്ട് പോയി. പക്ഷേ അങ്ങനെയുള്ളവർ ഓർക്കുക, ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ, ഇത്രയും തിങ്ങി ആൾക്കാർ നിൽക്കുമ്പോൾ അതിനിടയിൽ നുഴഞ്ഞു കയറി മോഷണത്തിനൊക്കെ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കുക. തൊട്ടുമേളിൽ അതിശക്തമായ പോലീസിൻ്റെ ക്യാമറകളുണ്ട്. ഇന്നലെ ഒരാൾ ഈ പാദസരം അടിച്ചു മാറ്റിയത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. നിമിഷങ്ങൾക്കകം, അല്ലെങ്കിൽ ഏതാണ്ട് അധികം സമയമാകുന്നതിന് മുൻപ് തന്നെ അയാളെ പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടെ ഈ തിരക്കിനുള്ളിൽ നുഴഞ്ഞു കയറി എന്തെങ്കിലും മോഷണമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃത്രിമോ കാണിക്കാമെന്ന് ആരും കരുതണ്ട. ഇവിടെ സദാസമയം വീക്ഷിച്ചുകൊണ്ട് പോലീസിൻ്റെ ക്യാമറകൾ, അതിശക്തമായ ക്യാമറകൾ, അത്ര ക്ലാരിറ്റിയോടെയാണ്. ഇന്നലെ മോഷണം നടത്തിയ ആളെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി പോലീസിൻ്റെ ക്യാമറ എത്രത്തോളം ശക്തമാണെന്ന്. നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്. ഏത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒളിച്ചു നിന്ന് മോഷണത്തിന് ശ്രമിച്ചാലും കണ്ടെത്തും. അത്രയും ശക്തമായ ക്യാമറകളാണ്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഈ സിറ്റിയാകെ ഒരുപാട് ഭക്തജനങ്ങൾ, സ്ത്രീകൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് നഗരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അവരുടെ എല്ലാം സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഒരു സംവിധാനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്.